Meet the editors. തലകൾ ഉരുളുമോ എന്നാണ് ചോദ്യം. ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയാണ്, ഈ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കില്ല. അങ്ങനൊരു തീരുമാനം സർക്കാർ എടുത്തത് വളരെ പെട്ടെന്നാണ്. കാരണം നേരത്തെ ഒരു ഓർഡിനൻസ് ഇറക്കാനായിരുന്നു പദ്ധതി. PS പ്രശാന്തിൻ്റെയും ഇപ്പോഴുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും കാലാവധി 1 വർഷം നീട്ടിക്കൊടുക്കാൻ തത്വത്തിൽ തീരുമാനമെടുത്തിരുന്നു എന്നാണ് അറിയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും ഒടുവിൽ ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി നടത്തിയ വളരെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ PS പ്രശാന്തിൻ്റെ ദേവസ്വം ബോർഡിനെയും സംശയനിഴലിൽ നിർത്തുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. വാസുവിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് ഇപ്പോഴത്തെ ചില സൂചനകൾ വരുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. ഈവൻ പ്രശാന്തിന്റെ മൊഴിയും എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തലകളുരുളുമോ? തലകളുരുളും. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം പ്രതിക്കൂട്ടിലാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് ദേവസ്വം മന്ത്രിമാരിലേക്കൊന്നും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവസ്വം മന്ത്രിമാർ അറിഞ്ഞുകൊണ്ട് സ്വർണ്ണപ്പാളിയിലെ സ്വർണം കൊണ്ടുപോയി എന്നും ഞാൻ കരുതുന്നില്ല. അതിനകത്ത് നടന്നിരിക്കുന്നത് ദേവസ്വം ബോർഡുകൾ ഈ 2019 മുതൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ ഈ സർക്കാർ ഈ ആവർത്തിച്ച ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി വിവാദം വന്ന ഘട്ടത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് 2025 പുതിയ ദേവസ്വം ബോർഡിന് പങ്കില്ലല്ലോ, പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വളരെ കർക്കശമായി പ്രവർത്തിക്കുന്നു, ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അടക്കം വീഴ്ചകൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് കോടതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അത് മിനിറ്റ്സ് എഴുതിയിട്ടില്ല എന്നതിൻ്റെ രേഖകൾ മുതൽ 2024 പാളികൾ ഇവർക്ക് തന്നെ കൊടുത്തയക്കാൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുത്തയക്കാൻ എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായി. അത് വേഗത്തിൽ വേണം, പാളികൾ സ്വർണം മങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് അവിടെ കിട്ടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശാന്ത് തന്നെയാണ് അതിൻ്റെ നടപടികൾ വേഗത്തിലാക്കൂ എന്ന് പറഞ്ഞതും അത് പാളികൾ കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് വരെ എത്തിയതും. പക്ഷേ എന്തുകൊണ്ടോ ആ തിരക്കും ബഹളമൊക്കെ ഉണ്ടായിട്ട് പിന്നെ അത് കൊണ്ടുപോയില്ല. അതിൻ്റെ കാരണം അറിയില്ല, ദുരൂഹമായി നിൽക്കുന്നു. എന്നിട്ട് 2025 ഈ പറഞ്ഞതുപോലെ കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോകൽ നമ്മളും അറിയുന്നുണ്ടല്ലോ. ആ കൊണ്ടുപോകൽ ഒറ്റയ്ക്കല്ലല്ലോ എന്നുള്ള വാദമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും കൂടെ പോയിട്ടുണ്ടല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്ക് കൊണ്ടുപോയതല്ലോ എന്നുള്ളതാണ്. കോടതി പറയുകയാണ് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചോ എന്ന സംശയം അടക്കമുണ്ടെന്ന് കോടതി പറയുകയാണ്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥർ അടക്കമാണ് കൊണ്ടുപോകുന്നതെങ്കിലും ആ കൊണ്ടുപോകലിൽ മാനുവൽ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല, കമ്മീഷണർ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. സ്പെഷ്യൽ കമ്മീഷണർ അറിഞ്ഞിട്ടില്ല. സ്പെഷ്യൽ കമ്മീഷണറാണല്ലോ കോടതിയെ സമീപിച്ചത്. അപ്പോൾ അവിടെയും ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇത് PS പ്രശാന്ത് ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ പങ്ക് പറ്റുന്നു എന്ന രൂപത്തിലല്ല ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു കുറച്ച് കാലമായി തുടരുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ ഭാഗമാകാതെ മാറി നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ പ്രവർത്തിക്കണമെങ്കിൽ ഈ പറഞ്ഞ മുരാരി ബാബുവിനെ പോലുള്ള അവിടുത്തെ താപ്പാനകൾ, ആ താപ്പാനകൾക്ക് വഴങ്ങാതെ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. ഈ സിസ്റ്റത്തിനൊപ്പം നിൽക്കണം എന്നുള്ളതാണ്. ആ സിസ്റ്റത്തിനൊപ്പം നിൽക്കുന്നതിൽ കുറ്റകരമായ വീഴ്ച ഉറപ്പായിട്ടും PS പ്രശാന്തിനും പറ്റിയിട്ടുണ്ട്. അതാണ് കോടതി പറയുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ റിപ്പോർട്ടിലെ അതിരൂക്ഷമായ വിമർശനങ്ങൾ എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിലപ്പുറമുള്ള കാര്യങ്ങൾ കോടതിക്ക് കിട്ടിയെന്ന് തന്നെയാണ്. കാരണം രഹസ്യമായ റിപ്പോർട്ടാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. SITയുടെ രഹസ്യമായിട്ട് റിപ്പോർട്ട് നൽകണമെന്ന് പറയുന്നു. അതിലെ ചില കാര്യങ്ങൾ ജനം അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കോടതി ആ കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നത്. അതിലപ്പുറമുള്ള കാര്യങ്ങൾ കോടതിക്ക് അറിയാം. ഇനി വാസുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ വാസുവിനെ വീഴ്ച. ഇവിടുത്തെ സ്വർണം എടുത്തുകൊണ്ടുപോയി ഉരുക്കി അതിൻ്റെ ബാക്കിയുണ്ട്, ആ ബാക്കിയുണ്ട് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ള വിശാല മനസ്സുമായിട്ട് മെയിൽ അയക്കുകയാണ് ഇയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിന്. അപ്പോൾ വാസു അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്നുള്ള കോടതി കാണുകയാണ്. അപ്പോൾ വാസുവിൻ്റെ അറസ്റ്റ് യഥാർത്ഥത്തിൽ മിനിഞ്ഞാന്ന് തന്നെ SIT നടത്താനിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകാമെന്ന് കരുതുന്നു. റിപ്പോർട്ട് സമർപ്പിക്കുന്നു, കോടതിയുടെ വിമർശനങ്ങളോടുകൂടി വന്നിരിക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഒരുപക്ഷെ വാസു നൽകുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അദ്ദേഹം അങ്ങ് നീട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പോകാൻ പറ്റില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ SIT രൂപീകരിച്ചിരിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ്. ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടാണ് ഈ SIT രൂപീകരിച്ചിരുന്നത്. ആ SITയാണ് അന്വേഷണം നടത്തിക്കൊണ്ട് ആ SITയാണ് വാസുവിൻ്റെ പങ്ക് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്നാലും മുൻകൂർ ജാമ്യം കിട്ടില്ല. അതുകൊണ്ട് ആ നടപടികളിലേക്ക് പോലും ഒരു പക്ഷേ മുരാരി ബാബുവിൻ്റെ അർദ്ധരാത്രിയിലെ അറസ്റ്റ് പോലെയൊക്കെ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ഒക്കെ ഒരുപക്ഷെ വാസുവിൻ്റെ അറസ്റ്റ് ഉണ്ടായേക്കാം. വാസു അത് കഴിഞ്ഞ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. പത്മകുമാറിൻ്റെ വീഴ്ച അറിയാലോ. 2019 മുതൽ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്താണ് തുടങ്ങിയത്. അപ്പോൾ ഉറപ്പായിട്ടും പത്മകുമാറിന് ചോദ്യമുനയിലേക്ക് വരും. അവിടെയാണ് ആ തലകളൊക്കെ ഉരുളുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതിലപ്പുറം സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലാകുന്ന കാര്യം എപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരുടെ ഒരു നോമിനി, അവരുടെ പാർട്ടിയുമായി ബന്ധമുള്ള അവരുടെ വിശ്വസ്തരായ ഒരാൾ വരുന്നു. ഇനിയിപ്പോൾ പ്രശാന്ത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന സമ്പത്തിൻ്റെ പേരാണ്. സമ്പത്ത് അല്ലെങ്കിൽ ദേവകുമാർ എന്ന പേര് കേൾക്കുന്നു. ആ ദേവകുമാറിൻ്റെ പേര് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള മുൻ MLA ആണ്, ഹരിപ്പാട് MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഡൽഹിയിലെ ഒരു വിവാദ വാർത്തയിൽ PR ഏജൻസിയുടെ ഭാഗമായി നിന്ന് ആ ഇൻ്റർവ്യൂവിൽ കൂടെ നിന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ, അങ്ങനെ ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇനി അടുത്ത ആളും വരുന്നത് എന്ന ചോദ്യം വരുമ്പോൾ അതും പ്രശ്നത്തിലാകുന്നു. സർക്കാർ ഇനിയും കുഴപ്പത്തിലേക്ക് പോവുകയാണോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. സമ്പത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആയിരിക്കില്ല സർക്കാർ കരുതുന്നത്. സമ്പത്താണോ ദേവകുമാറാണോ എന്ന് അറിയേണ്ടതുള്ളൂ. ഏതായാലും തലകൾ ഉരുളും. ഇവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുക വഴി വിശ്വാസികളിലേക്ക് എത്താം എന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ നിൽക്കുമ്പോഴാണ് അതിന് ഇരുട്ടടിയായിക്കൊണ്ട് വലിയ വലിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിലും ഏറ്റവും ഗുരുതരമായ കാര്യം, കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ പങ്കജ് കപൂറിലല്ലോ സുഭാഷ് കപൂർ എന്നൊരു സ്വർണ്ണക്കൊള്ളക്കാരൻ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ക്ഷേത്രങ്ങളുടെ വിഗ്രഹങ്ങളുടെ അളവെടുത്തുകൊണ്ട് എല്ലാത്തിൻ്റെ പകർപ്പെടുത്തുകൊണ്ട് ആ പകർപ്പും വിൽക്കും യഥാർത്ഥ സംഭവം വിൽക്കും. അങ്ങനെ വിറ്റുകൊണ്ട് 90,000 കോടിയുടെ കള്ളക്കടത്ത് നടത്തിയിട്ടുള്ള ആ കൊള്ളക്കാരൻ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ആ പേര് കോടതി വെറുതെ അല്ല പറഞ്ഞത്. അപ്പോൾ അതിനോട് എന്താ പറയുക, ആ രൂപത്തിലുള്ള എന്തൊക്കെയോ തെളിവുകൾ കോടതിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരി നോക്കൂ. പങ്കജ് ഭണ്ഡാരി നമ്മുടെ ചെന്നൈയിലെ സ്ഥാപനം സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പ്രവർത്തനം എന്താണ്? ആൻറ്റിക് ഗോൾഡുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അവരുടെ പ്രവർത്തനം. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ബിസിനസ് ഉണ്ട്. ഇതൊക്കെ ചേർത്ത് വായിക്കണം. ഈ പങ്കജ് ഭണ്ഡാരിയുടെ പ്രവർത്തനം, അവർ ആദ്യം പറഞ്ഞത് അവർക്ക് സ്വർണ്ണം ഉരുക്കാനുള്ള സംവിധാനം ഇല്ല, ലയിപ്പിക്കാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളത് പറഞ്ഞിരുന്നത്. അതിനുശേഷം അതൊക്കെ മാറുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഈ തരത്തിലുള്ള ഒരു കച്ചവടമാണ്, ഒരു അന്താരാഷ്ട്ര ബന്ധം ഉള്ള ഒരു സംവിധാനമാണ് അവിടെ പ്രവർത്തിച്ചത്. ഒരു കൊള്ളസംഘം അവിടെ പ്രവർത്തിക്കുമ്പോൾ ആ കൊള്ളസംഘത്തിനോട് ഭാഗമായി ആരൊക്കെ നിൽക്കുന്നു എന്നതും കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഭക്തരവിടെ തൊഴുകയോടെ അയ്യപ്പൻ്റെ അടുത്ത് പോകുന്ന പോലെ തന്നെ വിശ്വാസത്തോടെ കാണുന്ന ക്ഷേത്രത്തിലെ പ്രധാനികളിലേക്കും എത്തുമോ എന്നുള്ള ചോദ്യം കൂടി അവിടെയുണ്ട്. ജിമ്മി, ഇത് ഉന്നതരിലേക്ക് എത്തുകയാണോ? തലകൾ കൂടുതൽ ഉരുളാനുള്ള സാധ്യതയുള്ളത്. വാസുവിൻ്റെ ഒരു അറസ്റ്റ്, അതിനും അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറുമായി ബന്ധപ്പെട്ടുള്ള നെഗ്ലിജൻസ് ആണ്. പക്ഷേ നെഗ്ലിജൻസിനെ കുറിച്ച് ഈ ഓർഡർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഒരു ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഇടനൽകുന്ന തരത്തിലുള്ള നെഗ്ലിജൻസ് ആണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ തലകൾ ഉരുളുമോ? നമ്മൾ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഡിഫൻസ് കുറച്ച് ഉദ്യോഗസ്ഥർ ചെയ്ത കുഴപ്പം എന്നുള്ളതായിരുന്നു. ആ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് 2019-18 കാലത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ പാകപ്പിഴ എന്നതിലേക്ക് ആദ്യം പോകുന്നു. നമ്മളത് വിശദമായി ചർച്ച ചെയ്തു. അതിനുശേഷം അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഡിഫൻസും സർക്കാരിൻ്റെ ഡിഫൻസും അതായിരുന്നു. അതിനുശേഷം 2017 മുതൽ 19 വരെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും അംഗങ്ങളിലേക്ക് ഈ സാധനം എത്തുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് ആ കാലത്തിൽ അത് കഴിഞ്ഞു പോയ കാലമാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടം വരുന്നത് 2019 മുതലുള്ള പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പേരിലേക്ക് കാര്യങ്ങളെത്തുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് കഴിയുമ്പോഴേക്കും 2025 ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം ഈ വിഷയം തുടങ്ങുമ്പോൾ ഉണ്ടായ ചില ചെറിയ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം കുറച്ചുകൂടെ സീരിയസ് ആണെന്ന് കോടതി പറയുമ്പോൾ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെ ഡിഫൻസ് അതും 2024-25 കാലത്തെ ഉദ്യോഗസ്ഥരാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതും കടന്ന് ദേവസ്വം ബോർഡ്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഇതിനകത്ത് വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് സംശയം എന്ന് കോടതി പ്രകടിപ്പിക്കുകയാണ്. ഇത് ഇന്നത്തെ കോടതി വിധിയല്ല. ഇതിന് തൊട്ട് മുമ്പുള്ള 10 ദിവസം മുമ്പ് വന്ന ആദ്യത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അന്നത്തെ കോടതി വിധിയിൽ ദേവസ്വം സ്പെഷ്യൽ ബെഞ്ച് പറഞ്ഞത് എങ്ങനെയാണ് ഈ അവസാന കാലത്ത് ഈ തിരക്ക് പിടിച്ച് വീണ്ടും സ്വർണ്ണപ്പാളികൾ പൂശാൻ കൊണ്ടുപോയത്. അത് ചിലപ്പോൾ 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയാണോ? ദർ ഇസ് എ ഡിസ്റ്റിങ്ക്റ്റ് പോസിബിലിറ്റി എന്ന വാക്കാണ് കോടതി അതിനകത്ത് ഉപയോഗിച്ചത്. ഡിസ്റ്റിങ്ക്റ്റ് പോസിബിലിറ്റി. അതും കഴിഞ്ഞ് അപ്പോഴും പക്ഷേ സർക്കാർ ദേവസ്വം ബോർഡിനൊപ്പമായിരുന്നു. ദേവസ്വം ബോർഡിന് ഒരു പ്രാവശ്യം കൂടി ടേം നീട്ടിക്കൊടുക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇത്തവണ കോടതി ഒരു പടി കൂടി കടന്ന് ഈ പല പ്രാവശ്യം നമ്മൾ എടുത്തു നോക്കിയാൽ ഈ ദേവസ്വം ബോർഡിനെ കോടതി വിടുന്നില്ല. ഒരു ഘട്ടം കൂടെ കടന്ന് പറയുകയാണ്, നോക്കൂ, മിനിറ്റ്സ് ബുക്ക് പോലും മര്യാദയ്ക്കല്ല എഴുതിയിരിക്കുന്നത്. മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കോടതി വിശദമായി പറയുന്നുണ്ട്, നിങ്ങൾ ചില റിക്വസ്റ്റുകൾ എഴുതി വയ്ക്കും, എന്നിട്ട് അപ്രൂവ്ഡ് എന്ന് പറയും. ഇതിൻ്റെ പേര് മിനിറ്റ്സ് എന്നല്ല. മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭാവി കാലത്ത് ഇതിൻ്റെ ഓഡിറ്റിനടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്ത് എന്തൊക്കെയാണ് തീരുമാനമെടുത്തത് എന്നടക്കമുള്ള വിശദമായ രേഖയാണ് എന്ന് പറഞ്ഞിട്ട് കോടതി പറയുന്നു, നോക്കൂ, ഏറ്റവും വിവാദമായ ഈ ദ്വാരപാലക ശില്പപാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാനെടുത്ത തീരുമാനത്തിൻ്റെ കാലത്തെ മിനിറ്റ്സ് പോലുമില്ല.
2025 ജൂലൈയോടുകൂടി മിനിറ്റ്സ് എഴുതിയ തീർന്നു, പിന്നെ അങ്ങോട്ട് മിനിറ്റ്സ് എഴുതിയിട്ടില്ല എന്നാണ് ഈ കോടതി ഉത്തരവിൽ പറയുന്നത്. നോക്കൂ എവിടം വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. ഇനി തലകൾ ഉരുളുമോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് രണ്ട് വശമുണ്ട്. ഒന്ന്, ഇത് വളരെ വലിയൊരു കൊള്ളയാണെന്ന് കോടതി പറയുന്നു, അതനുസരിച്ചുള്ള അന്വേഷണത്തിലേക്കും അറസ്റ്റിലേക്കും കാര്യങ്ങൾ പോകുന്നു. 2025 കാലത്തെ കോടതി പറയുന്നത് ഇത് സ്വർണ്ണ മോഷണമാണോ എന്ന് നമുക്കറിയില്ല, പക്ഷേ 2019 ശേഷം ഇതിനൊരു തുടർച്ചയുണ്ട്. ദേവസ്വം ബോർഡിൽ മാറി മാറി വരുന്ന ആളുകൾ പല കാലത്ത് ഇത് മറയ്ക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കോടതി ഇന്ന് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ മിനിറ്റ്സ് ബുക്കിൽ കാര്യങ്ങൾ എഴുതുന്നില്ല എന്നുള്ളത് ഒരു സാങ്കേതിക പ്രശ്നം മാത്രമല്ല, ഇത് ശബരിമലയുടെ വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോടതി ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. ഇത് തുടങ്ങുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് പി പ്രശാന്ത് വളരെ സതുദ്ദേശത്തോടെ തോന്നിയ രീതിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് കോടതിയെ അറിയിച്ചില്ല, അത് ശരിയാണ്, പക്ഷേ അതിനൊരു നെഗ്ലിജൻസ് ഇല്ലേ, ഞങ്ങൾ അത് കഴിഞ്ഞ് അറിയിച്ചല്ലോ. അപ്പോൾ ഇന്ന് കോടതി വിശദമായി പറയുന്നത് അത് ചുമ്മാ അല്ലല്ലോ, ദേവസ്വം ബോർഡ് മാനുവലിൽ ഒരു കാരണവശാലും ഇത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അത് പോട്ടെ, അത് ലംഘിച്ച് ഇതിനു മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ 2024 ഇത് സംബന്ധിച്ച് ആദ്യത്തെ നീക്കം നടക്കുന്നത്. അതിനു മുമ്പ് 2023 ഹൈക്കോടതിയുടെ ഇതേ ബെഞ്ചിൻ്റെ വിധിയുണ്ട്, ഒരു കാരണവശാലും ഇത് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ കോടതി അതിനകത്ത് പറയുന്നത് ഒരു കാരണവശാലും ദേവസ്വം ബോർഡിനോ ദേവസ്വം ഉദ്യോഗസ്ഥർക്കോ ഇത് അറിയാൻ പാടില്ല എന്ന ഒരു വാദം ഉന്നയിക്കാനേ പറ്റില്ല. യു ആർ ബൗണ്ട് ടു നോ ആണ്. ഒരു വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അത് സാങ്കേതികമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പറയാം, ഞാൻ ഉണ്ടായിരുന്ന കാലത്തല്ല അതിന് ശേഷമാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഉദ്യോഗസ്ഥർക്കില്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, ഒഫീഷ്യൽസ് എന്ന് പറയുന്നതിനകത്ത് കോടതിയിനകത്ത് പറയുന്നത് ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞ കോടതി ഈ വിധി പകർപ്പിൽ ഒരു ഭാഗത്ത് എന്താണ് ഒഫീഷ്യൽസ് എന്നും പറയുന്നുണ്ട്. കോടതിയുടെ ഇതിനകത്തുള്ള ബലമായ സംശയം, ഇങ്ങനെ ലതാർജിക്കായി ഇത്ര നിരുത്തരവാദപരമായി ഈ കാര്യങ്ങൾ ആണോ ഇവിടെ നടക്കുന്നത്? ഒരുപക്ഷെ കോടതി മാധ്യമ വാർത്തകളും ശ്രദ്ധിക്കുന്നു തോന്നുന്നു. കാരണം നമ്മളാണ് ഈ ശബരിമലയിലെ ഈ വിഷയങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമ്മളാണ് ആദ്യം പറയുന്നത് വാതിലും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ഇന്നത്തെ കോടതി ഉത്തരവിൽ അതുകൊണ്ട് ഈ വാതിലും കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയാണ്. ഈ വാതിലിലും എവിടെ പോയി? അത് വളരെ ന്യായമായ സംശയമാണ്, നമ്മളൊന്ന് ആലോചിച്ചതാണ്. വാതിൽ എലി ചാടിപ്പോകുന്നു എന്ന് പറഞ്ഞ് ആ വാതിൽ ഇളക്കി മാറ്റാൻ തീരുമാനിക്കുന്നു. പുതിയ വാതിൽ വലിയ ആഘോഷത്തോടെ കൊണ്ടുവന്ന് അവിടെ വയ്ക്കുന്നു. അപ്പോൾ പഴയ വാതിൽ എവിടെ പോയി? നമ്മളന്ന് ചോദിച്ച ചോദ്യം ഇന്ന് കോടതി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കോടതിക്ക് ചില അറിവുകളുള്ളതുകൊണ്ട് കോടതി ഒരു കാര്യം പറഞ്ഞു, ആ വാതിൽ ഈ SIT അന്വേഷണം നടക്കുന്നത് വരെ അവിടെ ഒരു വശത്ത്, സ്ട്രോങ് റൂമിലല്ല, ഒരു വശത്ത് ചാരി വെച്ചിരിക്കുകയായിരുന്നു. നിഷ്കളങ്കമായി ഒരു വാതിൽ ചാരി വെച്ചിരിക്കുകയായിരുന്നു. 2 കിലോയ്ക്ക് മുകളിൽ സ്വർണം പൂശിയ വാതില, അതാണ് 2 കിലോയ്ക്ക് മുകളിൽ എന്ന് പറഞ്ഞത്. 2.5 കിലോ സ്വർണം പൂശിയ വാതില അതവിടെ ശബരിമലയിൽ ഒരു വശത്ത് ചാരി വെച്ചിരിക്കുകയായിരുന്നു. ഗംഭീരമായി. അപ്പോൾ ഉരച്ചൊരച്ച് ആൾക്ക് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ കോടതി പറയുന്ന ഈ SIT ഓർഡർ വന്നതിന് ശേഷമാണ് ഈ വാതിലെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയത്. ഏത്? ഈ ദേവസ്വം ബോർഡ്. അപ്പോൾ ഈ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുള്ള വീഴ്ചകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അത് കഴിഞ്ഞു. അപ്പോൾ കോടതി ചോദിക്കുന്നത് സത്യത്തിൽ ഇത് ശരിക്കുള്ള ആ പഴയ വാതിൽ എവിടെ പോയി? നമ്മളും ചോദിച്ചത് വാതിൽ തടി മാത്രമല്ല, അതിനകത്ത് 2.5 കിലോ സ്വർണവും കൂടി ക്ലാഡ് ചെയ്തിട്ടുണ്ട്. ആ സ്വർണം എവിടെ പോയി? അപ്പോൾ നമ്മൾ ഇനി ഒരു ഘട്ടം കൂടെ പുറകോട്ട് ചിന്തിക്കണം. ഈ ശബരിമലയിലെ എല്ലാ നടപടിക്രമങ്ങളെയും സംശയിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ശബരിമലയിലെ കൊടിമരം ഇതുപോലെ പൂശിയതാ, ഇതുപോലെ പുതിയ കൊടിമരം വെച്ചതാ. അതിനു മുകളിലുള്ള വാജിവാഹനം, മണികൾ, ശബരിമല 18ാം പടി അടക്കം ഇതെല്ലാം കാലാകാലങ്ങളിൽ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ആര് മാറ്റി, എപ്പോൾ മാറ്റി? അന്ന് പുതിയ സാധനം കൊണ്ട് വെക്കുമ്പോൾ ഇതൊക്കെ എവിടെ കൊണ്ട് വെച്ചു? ഇതൊക്കെ സ്റ്റോർ റൂമിൽ തന്നെ ഉണ്ടോ? ഈ 18ാം പടിയിലെ പഞ്ചലോഹ കൂട്ടെന്ന് പറയുന്നത് അത് ഒരുപാട് കിലോ, 12,000 കിലോ വരും. അതിനകത്ത് സ്വർണ്ണമടക്കമുള്ള ലോഹങ്ങളാണുള്ളത്. 18ാം പടി സ്പോൺസർ ചെയ്ത് ഇവരാണ് കേട്ടോ, സ്മാർട്ട്. അല്ലല്ല, രണ്ടാം തവണ ഞാൻ പറഞ്ഞ മുമ്പ് വെച്ചപ്പോൾ അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എവിടെ പോയി? ചുരുക്കി പറഞ്ഞാൽ ശബരിമലയിൽ കോടതി 2024 ഒരു നടപടിക്രമത്തിലെ കുഴപ്പങ്ങളിൽ നിന്ന് തുടങ്ങി 2019 അവിടുന്ന് 2018 പോയി. ഇപ്പോൾ 2015 കൊടിമരത്തിലേക്കും കോടതി പോകേണ്ടി വരും. 2011 18 പടികൾ തിരുത്തിയതിനെക്കുറിച്ചും പോകേണ്ടി വരും. ശബരിമലയിലെ മണികളെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. സമഗ്രമായൊരു അന്വേഷണത്തിലൂടെ കുഴപ്പങ്ങൾ മുഴുവൻ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ എനിക്ക് അത്ഭുതം. എല്ലാം പോട്ടെ, ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തൂക്കി നോക്കുന്നു, അത് തിരിച്ചു വരുമ്പോൾ തൂക്കി നോക്കിയില്ല എന്ന് പറയുന്ന ഇത്രയും ശുദ്ധ ഹൃദയന്മാരായ ഇത്ര പാവങ്ങളായിരുന്നു ഉദ്യോഗസ്ഥർ. ഒരു ഘട്ടം കഴിഞ്ഞു, ഇതിന് ഓഡിറ്റും കാര്യങ്ങളൊന്നുമില്ലേ? അത് കഴിഞ്ഞ് ആരെങ്കിലും നോക്കില്ലേ? അടുത്ത പ്രാവശ്യം കൊണ്ടുപോകുമ്പോഴെങ്കിലും ഈ പ്രശ്നം കാണില്ലേ? വാസുവിൻ്റെ ഭാഗത്തു നിന്നുള്ളത് അതിഗുരുതരമായ വീഴ്ചയാണ്. നോക്കൂ, ഒരു കള്ളൻ കട്ടുവെന്ന് സമ്മതിച്ചുകൊണ്ട് പറയാണ്, കുറച്ച് സ്വർണ്ണം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ എന്ത് ചെയ്യണം സാർ എന്ന് പറഞ്ഞതിന് മറുപടി പോലും കൊടുത്തില്ല. പറയപ്പെടുന്നത്
അങ്ങനെ ഒരു കത്ത് അയച്ചത് തന്നെ അവസാനം ഈ പോറ്റിക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഞാൻ അറിയിച്ചതാണ് എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട് എന്നുള്ളത്. അപ്പോൾ പിടിക്കപ്പെട്ടാൽ ഇത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വെച്ച് ആ കരിക്കളെല്ലാം തയ്യാറാക്കി വെച്ച് എൻ വാസു എന്ത് ചെയ്തു? അദ്ദേഹം അത് അടുത്ത ഉദ്യോഗസ്ഥനിലേക്ക് തട്ടി എന്താണ് വേണ്ടതെന്ന് അറിയിക്കുന്നു. ആ കത്ത് അവിടെ ഡെഡായി. ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വലിയ കൊള്ള എവിടേക്കോ നടന്നിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എവിടം വരെ എത്തിപ്പോകും നമുക്കറിയില്ല. ഇനി ഈ പറയുന്ന വാതിലും ഈ പറയുന്ന പഴയ കൊടിമരവും ഈ പറയുന്ന വാജിവാഹനവും ഈ സാധനങ്ങളുമെല്ലാം ഇത് ഉരുക്കി വിറ്റോ എന്നുള്ളത് നമ്മളെ പറ്റിക്കാൻ പറയുന്ന ഒരു കഥയാണ്. ഇതിന് നമ്മൾ നേരത്തെ പലപ്പോഴും ചർച്ച ചെയ്തപോലെ ഇതിന് ഒരുപാട് കോടാനുകോടി രൂപയുടെ ആൻറ്റിക് വാല്യൂ ഉണ്ട്. ഈ ആൻറ്റിക് വാല്യൂ ഉള്ള സാധനം ഏത് വിദേശ മ്യൂസിയത്തിലോ ഏത് വിദേശ പണക്കാരൻ്റെ വീട്ടിലോ ആണ് ഇരിക്കുന്നത് നമുക്കറിയില്ല. ഇത് എവിടെയൊക്കെ പോയിട്ടുണ്ടാവും, നമുക്കൊരു പിടിയുമില്ല. ശബരിമലയിലെ അടിസ്ഥാനപരമായ പ്രശ്നം, ശബരിമലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ശബരിമലയുടെ സംവിധാനത്തിൽ ഒരു തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ചെക്കിങ്ങും ഇല്ലാതെ എന്തും നടത്തും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്നത് പോലെ ശബരിമലയിൽ ഒരു സ്പോൺസർഷിപ്പിന് ഒരാളെ ഏൽപ്പിച്ചു വിട്ടാൽ അയാൾക്ക് പ്രത്യേകിച്ച് ഒരു തൊഴിലും ഉണ്ടായിരുന്നില്ലെന്നും ശബരിമലയുള്ളവർക്ക് തന്നെ അറിയാവുന്ന ഒരാളെ ചോദിച്ചു വിട്ടാൽ അയാൾ പിരിക്കുമെന്നും വ്യാപകമായി പണപ്പിരിവ് നടത്തി പൈസ അടിച്ചുകൊണ്ട് പോകുന്നുള്ള പ്രാഥമിക ബുദ്ധി പോലും ഉണ്ടായില്ല. അവിടെ നിന്ന് പോയി ശബരിമലയിലെ പഴയ സ്വർണം, ശബരിമലയിലെ പഴയ സാധനങ്ങൾ, ഇതൊന്നും ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും ലജ്ജാകരമായ കാര്യം 2016-17 സമയത്ത് ഊരിയെടുത്ത വാതിൽ, അത് ഈ അന്വേഷണം നടക്കുന്നത് വരെ ആ വാതിൽ സ്ട്രോങ് റൂമിലേക്ക് പോയിട്ടില്ല. നിങ്ങളതിൻ്റെ സ്വർണം വിടൂ, സ്വർണം എടുത്തുകൊണ്ട് പോട്ടെ. ശബരിമലയിലെ പഴയ വാതിൽ എന്ന് പറഞ്ഞാൽ അതിന് എന്തൊരു മൂല്യമുണ്ട്. ആ വാതിൽ അവിടെ ചാരി വെച്ചിരിക്കുകയായിരുന്നു. SIT അന്വേഷണം വന്നപ്പോഴത്തേക്കും ചാടിപ്പിടിച്ച് അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണ് പറയുന്നത്. ഈ കൊടിമരത്തിലെ എൻ്റെ മുകളിലുള്ള വാജിവാഹനവും ഇതുപോലെ ഒരു കക്ഷി ഞാൻ വേണേൽ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തിരിച്ചു വാങ്ങിച്ചിട്ടില്ല, ഓഫർ മാത്രമേ ഉള്ളൂ, വന്നിട്ടില്ല. ഞാൻ വേണേൽ തിരിച്ചു തരാം ഇപ്പോൾ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പുറത്തു വരട്ടെ. പക്ഷേ കോടതി വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോ പ്രാവശ്യത്തെ ഉത്തരവിലൂടെയും സർക്കാരിനെ അനുകൂലിക്കുന്നവരുടെ ഗോൾ പോസ്റ്റുകൾ മുഴുവൻ പൊളിക്കുകയാണ്. അപ്പോൾ സർക്കാർ ഗോൾ പോസ്റ്റ് മാറ്റി വരുന്നു. എന്തായാലും ദേവസ്വം ബോർഡിനെ സർക്കാർ ഇനി വിടില്ല. ഇതുവരെ ദേവസ്വം ബോർഡും മന്ത്രിയും എന്ത് ചെയ്തു എന്നാണ് ചോദ്യത്തിൽ നിന്ന്. ആ ദേവസ്വം ബോർഡിനെ വിട്ടു, ഇനി മന്ത്രി എന്ത് ചെയ്തു എന്നുള്ളതായിരിക്കും. കാര്യങ്ങൾ തെളിയട്ടെ, അന്വേഷിക്കട്ടെ. ശബരിമലയിലെ ഒരു ദേവസ്വം ബോർഡ് പഴയതായാലും പുതിയതായാലും ഞാൻ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല, ആ കുറ്റവാളിയാണെന്ന് വിധിക്കാൻ തയ്യാറല്ല. പക്ഷേ എല്ലാവരും സംശയത്തിൻ്റെ മുനയിൽ തന്നെയാണ്. നിങ്ങൾ അല്ലാന്ന് തെളിയിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തലകൾ ഉരുളുമോ എന്നുള്ളതാണ് ചോദ്യം. ആൻറ്റോ, യെസ്. അല്ല, എനിക്കിതിൽ വളരെ കോമഡിയായി തോന്നിയൊരു കാര്യം, ശബരിമലയിൽ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെയും അതുപോലെ ഈ വാതിലുകളുടെയൊക്കെ അളവെടുക്കാൻ വേണ്ടി ഒരു ആശാരിനെ, പിന്നെ നന്ദൻ എന്ന് പറഞ്ഞ ആശാരിനെ ഈ പോറ്റി നിയമിച്ചു. മേൽശാന്തിയുടെ നേതൃത്വത്തിൽ തന്നെ വാതിലൊക്കെ അഴിച്ചെടുത്ത് അളവെടുത്ത് അവിടെ ഫിറ്റ് ചെയ്ത് ശില്പത്തിൻ്റെയൊക്കെ അളവെടുത്ത് നേരെ പോരുകയാണ്. അപ്പോൾ അപ്പോൾ അതിനൊരു ചട്ടവും നിയമമൊന്നുമില്ല, നേരെ വരുന്നു അഴിക്കുന്നു. കാരണം നമ്മൾ ശബരിമലയിൽ ആ ഏരിയയിലേക്ക് അടുപ്പിക്കാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഒരു ആശാരിയെ നീക്കുമ്പോൾ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ വന്ന് വാതിലിന് അളവെടുക്കുന്ന പോലെ അളവെടുത്തിട്ട് പോവുകയാണ്. അതുകൊണ്ട് കോടതി ഒരു സംശയിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നേരത്തെ സുഭാഷ് കപൂർ എന്ന് പറയുന്ന ഈ അന്താരാഷ്ട്ര കുറ്റവാളി ഉണ്ടല്ലോ, ഈ സ്വർണ്ണം കടത്തും ഈ വിഗ്രഹം കടത്തതൊക്കെ. അദ്ദേഹത്തിൻ്റെ പണി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ റിപ്ലിക്ക ഉണ്ടാക്കി വിദേശത്തേക്ക് കടത്തുക എന്നൊക്കെയുള്ളതാണ്. അപ്പം ഇതുപോലെ എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇതുപോലെ ആണോ ഈ പിന്നെ പോറ്റി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ആലോചിക്കുന്നത്. കോടതിക്ക് സംശയം വരുന്നത്. അപ്പം അതുകൊണ്ടപ്പം കോടതി എന്താ പറയുക, കോടതി 100% ഇതിനകത്ത് വലിയ എന്തോ അഴിമതി അല്ലെങ്കിൽ എന്തോ ഒരു വലിയ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് ഉറപ്പിച്ചിട്ട് മുന്നോട്ട് പോകുന്ന പോലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നേരത്തെ കോടതി പറയുന്നത്, ഈ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം ഒന്നും ചെയ്യാൻ പാടില്ല. SIT അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പറഞ്ഞ ഡോറൊക്കെ റൂമിനകത്തോണ്ട് സ്റ്റോർ റൂമിലേക്ക് മാറ്റി വെക്കുന്നത്. കാരണം അവിടെ എന്തൊക്കെയോ സംവിധാനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ആരൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് ചെയ്തവരൊക്കെ അവിടെ തന്നെ ഉണ്ട് താരം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിലേക്ക് പോയെങ്കിലും അതിന് വേണ്ട ആൾക്കാരൊക്കെ അവിടെ ചെയ്യുന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, അതുകൊണ്ട് തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ വന്ന് മാത്രമല്ല, കാരണം ഒരു സ്റ്റേജ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവരോടും പറയുമല്ലോ, ഇത് ഇന്ന കാരണം കൊണ്ടാണ് പ്രശ്നത്തിലായത്, ഈ പരസ്പരം പറഞ്ഞ് ഈ കാര്യങ്ങൾ മുഴുവൻ പുറത്തു വരും. അപ്പോൾ അങ്ങനെ പുറത്തു വന്നതാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി എല്ലാവർക്കും മനസ്സിലാകുന്നത്, എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പം നേരത്തെ ജിമ്മി സാർ നേരത്തെ പറഞ്ഞതുപോലെ, എൻ്റെ കയ്യിൽ ഇത്രയും സ്വർണ്ണം പൂശിയതിന് ബാക്കി ഇത്ര സ്വർണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ വേറെ കുട്ടികളെ കെട്ടിച്ചു വിട്ടാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എടുത്തോളാനും പറയുന്നത് എടുത്തില്ല. അപ്പോൾ ആ സ്വർണ്ണം അവരിൽ വെച്ചോളാനാണ്.
കാരണം ഇത് അയ്യപ്പൻ്റെ സ്വർണ്ണമാണെന്നും ശബരിമലയിൽ നിന്ന് പോയ സ്വർണ്ണമാണെന്നൊന്നും എന്താ അത് ആലോചിക്കുന്നതിനില്ല. ഈ പറയുന്ന പോസ്റ്റ് കൈകാര്യം ചെയ്തവർ ഇതങ്ങനെ ആലോചിക്കുന്നേ ഇല്ല. അപ്പോൾ കയ്യിലിരുന്നോട്ടെ, അത് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള നിലയിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പം ഇത് ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക, ഇത് ഒരു ശബരിമലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും അന്നേരം വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ അന്നേരം വരുന്ന മേൽശാന്തിമാരോ നിശ്ചയിക്കുന്ന കാര്യമല്ല. കാരണം അവിടെ ഒരു വലിയ സംവിധാനം വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഭാഗമായി ഈ വരുന്ന പ്രസിഡന്റുമാർക്കും ഈ പറയുന്ന മേൽശാന്തിമാർക്കൊക്കെ നിൽക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നും ചെയ്യാനില്ല. കാരണം കുറേ വർഷങ്ങളായി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റീനെ പോലെയുള്ള ആൾക്കാർ ആ മണ്ഡലത്തിൽ ആ പറയുന്ന ശബരിമലയുടെ ഭാഗങ്ങളുണ്ട്. അവരുടെ പരിപാടി എന്താ, ഈ VIP കളെ കൊണ്ടുവരിക, പിന്നെ കറക്റ്റായിട്ട് പിന്നെ ദർശനം നടത്താൻ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് പൂജ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക, എന്താണ് ഊട്ട് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ കാലത്ത് തിരിച്ചു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക, അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ ഒരു വാതിൽ കൊണ്ട് ഈ പിന്നെ ജയറാമിൻ്റെയൊക്കെ വീട്ടിൽ വെച്ച് പൂജ നടത്തുന്നത്. അപ്പോൾ ജയറാം തന്നെ പറയുന്നത് എന്താണ് പറയുന്നത്, ശബരിമലയുടെ വാതിൽ എന്നുള്ള നിലയ്ക്കാണ് ഞാനതിനെ കാണുന്നതും ചെയ്യുന്നതും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ശബരിമലയിൽ വരുന്ന സമയത്ത് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റീനെയാണ് കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഇവർ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ആൾ ഇത്രയും സ്വാധീനമുള്ള ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സ്വാധീനമുള്ള ഒരാൾ ഒരു വാതിൽ കൊണ്ടുതരുമ്പോൾ അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. പൂജയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പൂജ ചെയ്യുന്ന സമയത്ത് കൂടെയുള്ള ആൾക്കാരെ വിചാരിക്കുന്നുണ്ടാവുമോ ഇതാ ഈ പിന്നെ പൂജ ചെയ്തു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജയറാം പറയുന്നത് ഞാൻ മാത്രം എൻ്റെ കൂടെ 2-3 ആൾക്കാരെയും കൂടെ വിളിച്ചു വരുത്തി പെട്ടെന്ന് ശബരിമലയിലെ വാതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പൂജ ചെയ്യുന്നതിന്, നിങ്ങൾ കൂടെ സാക്ഷി ആയിക്കോളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസത്തോട്. ചിലപ്പം ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. അപ്പോൾ ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലെയുള്ള ആൾക്കാർ ശ്രമിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് ഇപ്പോൾ നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ പോയി നോക്കിക്കോളൂ, അല്ലെങ്കിൽ മറ്റുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം നോക്കിക്കോളൂ, അവിടെ VIP എൻട്രി ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് VIP എൻട്രി ഉണ്ടാവാൻ പാടുമോ? ഒരു ക്ഷേത്രങ്ങളിൽ VIP എൻട്രി ആകാൻ പാടുമോ? അവർക്ക് പൂജ നടത്താൻ പാടുമോ? പിന്നെ ഈ എല്ലാ ക്ഷേത്രങ്ങളിലും സമർപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാവുമോ? ഒരു നോർമലി ദേവസ്വം ബോർഡിൻ്റെ കൈവശം ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ആരെന്ത് സമർപ്പിച്ചാലും ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണ് എത്തേണ്ടത്, അല്ലേ? അങ്ങനെ എത്തുന്നുണ്ടോ? അങ്ങനെ പല സ്ഥലങ്ങളിൽ എത്തുന്നുണ്ടാവില്ല. നിങ്ങൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം വളരെ ചുരുക്കം സാധനങ്ങളെ ഉണ്ടാവുള്ളൂ. ശബരിമല പോലെയുള്ള വലിയ രീതിയിൽ പണം വരുന്ന സ്ഥലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ തുച്ഛമായിട്ട് എത്തുന്നുണ്ടാവുക. അത് ആരുടെയെങ്കിലും കയ്യിൽ പോകുന്നുണ്ടാവും. അത് അവിടുത്തെ ശാന്തിമാർക്കും അതിൻ്റെ കീഴ്ശാന്തിമാർക്കും അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടാവും. ഈ വിഭാഗമൊക്കെ ജീവിക്കുന്നത് ഈ പറയുന്ന സംവിധാനം കൊണ്ട് മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും 1-ാം തീയതി തൊഴാൻ വരുന്ന ആൾക്കാരുണ്ടാവും, എല്ലാ മാസം 10-ാം തീയതി തൊഴാൻ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മലയാള മാസങ്ങളിൽ തൊഴാൻ വരുന്ന ആൾക്കാരുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ, നേരെ രാവിലെ വന്നു, കാരണം അവർ റെഗുലറായി വരുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് നേരെ രാവിലെ വന്ന് തൊഴുത് വൃത്തിയായി തിരിച്ചു പോകുക എന്നുള്ളതാണ്. അതിനെല്ലാ സംവിധാനം ഒരുക്കി കൊടുക്കും. അതിങ്ങനെ ശീലിച്ച് വന്നിട്ടുണ്ട്. ഇതോടുകൂടി എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ ശബരിമലയിലെ പ്രശ്നത്തോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു പേടിയാവും. കാരണം ഇവർ ചെയ്ത് വെച്ച എന്താണ് തെറ്റുകളെല്ലാം ഇവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാർ പുറകോട്ട് പോകും എന്നുള്ളതാണ് കാണേണ്ടത്. അല്ല, ഇത്രയും നാളായിട്ട് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഇപ്പോൾ ഈ ഹൈക്കോടതി ഇതിന് മേലെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംവിധാനം അതൊരു സർക്കാരിൻ്റെ കുറ്റമായിട്ടൊന്നും കാണാൻ കഴിയില്ല. ഞാൻ പറയുന്നത് സർക്കാർ മേൽനോട്ടം വഹിക്കണം, സർക്കാരിൻ്റെ കീഴിലാണ് ദേവസ്വം ബോർഡ് ഉള്ളത്, ദേവസ്വം ബോർഡ് വേണ്ടതൊക്കെ ശരി തന്നെയാണ്, മന്ത്രിയുടെ ഉണ്ട്. പക്ഷേ ഇത് ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്ന ഒരു പ്രശ്നമല്ല എന്ന്. കാരണം ഇത് മൊത്തത്തിലായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യം പ്രശ്നത്തിൽ വന്നു പിടിക്കപ്പെട്ടു എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ഞാൻ പറയുന്നത് ഈ സ്വർണം പൂശിയ സ്വർണം എത്ര കുറഞ്ഞു എന്നുള്ളത് നേരത്തെ പറഞ്ഞില്ല. ഒരു വാതിലിൻ്റെ മേലെ 2.5 കിലോ സ്വർണ്ണം, അന്ന് നമ്മളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് എത്രയാണ്, 48 പവൻ 45 പവൻ എന്നൊക്കെയാണ് സംസാരിച്ചത്. ഇത് 2.5 കിലോ ഉള്ള പൂശിയ സ്വർണ്ണത്തിൻ്റെ വാതിലാണ് ചാരി വെച്ചിരിക്കുന്നത് വെറുതെ. അപ്പോൾ അത് മനസ്സിലാക്കി അതിനെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ദേവസ്വം അധികർക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ വീഴ്ചയാണ്. അതാണ് പല കാര്യങ്ങൾക്കും മിനിറ്റ്സ് പ്രോപ്പർ അല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു കാര്യം പ്രോപ്പറായി ചട്ടത്തിൻ്റെയും പിന്നെ റൂൾസിൻ്റെയും കീഴിൽ മുന്നോട്ട് പോകുന്ന സംവിധാനത്തിൻ്റെ ഭാഗത്ത് എല്ലാ മിനിറ്റ്സ് രേഖപ്പെടുത്തിയല്ലേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഒരു മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല, ഒരു വാതിൽ അഴിച്ചുകൊണ്ട് പോകുന്നത് രേഖപ്പെടുത്തിയിട്ടില്ല, കൊണ്ടുവെക്കുന്നത് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നടത്തുന്നതാണ് അതിൻ്റെ കമ്മീഷണർമാർക്കാണ്. കോടതി 2023 ഹൈക്കോടതി ഓർഡർ ഉണ്ടത് പല ഉദ്യോഗസ്ഥന്മാർക്കും ദേവസ്വം പ്രസിഡന്റ് പോലും അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം തന്നെ ഉള്ളതായിട്ട് അറിയില്ല. അപ്പോൾ ഇതെന്താണ്, അപ്പം ഇതിങ്ങനെ നടന്നോളും. ഇതിങ്ങനെ പല കോർപ്പറേഷനിലെ തലപ്പത്ത് പല രാഷ്ട്രീയക്കാരെയും വെക്കും. ഈ രാഷ്ട്രീയക്കാരോട് വെക്കുമ്പോൾ എന്താ പറയാമെന്നറിയോ, ഈ കോർപ്പറേഷനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. പക്ഷെ പറയും അവിടെ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ, കാരണം എന്താ, നല്ല ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത്, അവരത് കൈകാര്യം ചെയ്തു, നിങ്ങളവിടെ പോയി ഇരുന്ന് കൊടുത്താൽ മതി, ബാക്കി അവർ നടപ്പിലാക്കിയുള്ളൂ. ഇതാണ് ശബരിമലയിൽ നടക്കുന്നത്. ഇതുപോലെയാണ് പല ക്ഷേത്ര പ്രസിഡന്റുമാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു ധാരണയും ക്ഷേത്രത്തെക്കുറിച്ചോ ക്ഷേത്ര സംവിധാനങ്ങളെക്കുറിച്ചോ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി തലശ്ശൻ, ഞാൻ ഈ വെള്ളാപ്പള്ളി തലശ്ശൻ പറഞ്ഞതിൽ കുറേ നാൾ കൂടിയിട്ട് പറഞ്ഞത് കാര്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്,
അതിനെക്കുറിച്ച് ധാരണയുള്ള ആൾക്കാരെ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കളവെങ്കിലും കുറയും. കൊള്ളസംഘത്തിന്റെ പിടിയിലാണ്. കൊള്ളസംഘത്തിന്റെ പിടിയിൽ നിന്ന് അത്യാവശ്യം കളവിനും കുറയും. ഒരു IAS ഉദ്യോഗസ്ഥനായി തലപ്പത്തിരുത്തിയാൽ അവനതിനകത്ത് കട്ടോട്ട് പോകാൻ നിൽക്കില്ല. കാരണം അവനെ കൂടി ധാരണയുണ്ട്, അങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ധാരണയുണ്ട്. അതെങ്കിലും കുറേ നാൾ കൂടിയിട്ട് പുള്ളി ഒരു കാര്യം പറഞ്ഞായിട്ട് എനിക്ക് തോന്നിയത് അതാണ്. അപ്പം അതുപോലെയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞത് ഹൈക്കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത്, അതിന് മേലൊരാളില്ലല്ലോ. കേരള ഹൈക്കോടതിൻ്റെ ഒരു ബെഞ്ച് മേൽനോട്ടം വഹിച്ചിട്ട് ശബരിമല ഒരു സംവിധാനത്തെ പോലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ തലകൾ ഉരുളുമോ എന്നുള്ളതാണ് ചോദ്യം. സുജയ, തലകൾ ഉരുളേണ്ടതാണ്. ആ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി 6 മാസം കൂടിയെങ്കിലും നീട്ടാനായി സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചതാണ്. ഫയൽ നീക്കവും അതിന്റെ കാര്യത്തിൽ നടക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരികയും ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ, 17-ാം തീയതി മണ്ഡല മകരവിളക്ക് സീസണിന് തുടക്കമാവുകയാണ്. 1-ാം തീയതിയാണ്. അപ്പോൾ അതിന് 10 ദിവസം മുൻപ് ഇങ്ങനൊരു ആലോചനയിലേക്ക് നീങ്ങണം എന്നുണ്ടെങ്കിൽ എന്തോ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് തന്നെയാണത് മനസ്സിലാക്കേണ്ടത്. കാരണം ഹൈക്കോടതിയിൽ വന്ന റിപ്പോർട്ടിനെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ഭയന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളിലും കോടതി ഇടപെട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്, അന്വേഷണം ഏത് ദിശയിലേക്ക് പോകണമെന്ന് നിർദ്ദേശിക്കുന്നത്, പേരിനൊരു അന്വേഷണം നടത്തി ഇതങ്ങ് അവസാനിപ്പിക്കാമെന്നുള്ള മോഹങ്ങൾക്കുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗം അജികുമാർ, ഈ രണ്ടുപേരും ഈ 2025 നടന്ന, അല്ലെങ്കിൽ 2023 ശേഷമാണ് അവർ വരുന്നത്. അപ്പോൾ 2025 നടന്ന ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തയക്കാനുള്ള തീരുമാനത്തിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആണ്. അല്ലാതെ അവർ മാറി നിന്ന് കണ്ടവരല്ല. കണ്ടതോ നോക്കുകൂലി വാങ്ങിയതോ ആയിട്ടുള്ള ആളുകളുടെ ഗണത്തിലല്ല ആ പദവിയിലിരുന്ന ആളുകൾ വരുന്നത്. അതുകൊണ്ട് പലതിനും ഉത്തരം അവർ പറയേണ്ടി വരും, അല്ലെങ്കിൽ എന്തുകൊണ്ട് അറിയിച്ചില്ല കൃത്യമായി എന്നുള്ളതിനെങ്കിലും മറുപടി പറയേണ്ടി വരും. ഇവിടെ മുൻപരിചയമുള്ള പ്രസിഡന്റ്, അംഗങ്ങൾ, അവരെയൊക്കെയാണ് എല്ലാ മണ്ഡല മകരവിളക്ക് സീസണിന്റെ കാലത്ത്. കാരണം മണ്ഡല മകരവിളക്ക് സീസണിന് മുമ്പ് ഇതുവരെ ഈ രീതിയിൽ മാറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിനുശേഷം ആ സീസൺ ഒന്നുകിൽ മണ്ഡലകാലം അവസാനിക്കുന്ന ഡിസംബർ മാസത്തിലാണ് ഈ പ്രസിഡന്റിൻ്റെയൊക്കെ മാറ്റം വരിക. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതിപ്പോൾ നവംബർ മാസമാണ്. ഈ മാസം മാറ്റണം എന്നുണ്ടെങ്കിൽ അതും തിടുക്കത്തിൽ തന്നെ മറ്റാളുകൾക്കായിട്ടുള്ള ആലോചനകൾ നടത്തണം എന്നുണ്ടെങ്കിൽ പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ഇനി അതിൽ നിന്ന് ആരിലേക്ക് കണക്ട് ചെയ്ത് പോകും, അതാണ് അറിയേണ്ടത്. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ചില്ലറ ഉദ്യോഗസ്ഥർ, ഇവർ മാത്രം അറിഞ്ഞാണോ ഈ കാര്യങ്ങളൊക്കെ നടത്തിയത്? ഇതിൻ്റെ ഒരു ലാർജർ പിക്ചർ കൂടി നമ്മൾ കാണാതെ പോകരുത്. കാരണം ശബരിമലയിലെ മിനിറ്റ്സ് ഇപ്പോൾ 2025 ലേറ്റസ്റ്റ് ദേവസ്വം ബോർഡിന്റെ ആയാലും മിനിറ്റ്സ് ഒന്നും കൃത്യമല്ല എന്ന് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ മിനിറ്റ്സ് കൃത്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി അവിടെ കാര്യങ്ങൾ മിനിറ്റ്സ് കൃത്യമല്ല എന്ന് ഞാനന്ന് ഭംഗിനരേണ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വ്യവസ്ഥയില്ല, വെള്ളിയാഴ്ചയില്ല എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ലേ, അതാണ് ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഭരണസമിതി ഏതായാലും ദേവസ്വം ബോർഡുകൾ മാറി മാറി വരുന്നതിനനുസരിച്ച് കാര്യങ്ങളിലൊക്കെ പല ഒളിച്ചു കടത്തലുകളും നടന്നിട്ടുണ്ട്. ശരിക്കും എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും? ഇത് മാത്രമാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന ദ്വാരപാലക ശില്പത്തിലെ പാളികൾ, അത് സ്വർണ്ണപ്പാളി ചെമ്പായി മാറുന്നു. വിജയമല്യ പാവം എന്ന് പറഞ്ഞത് ആ സ്വർണം പൊതിഞ്ഞ ആൾ ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൊണ്ടുപോയില്ല, എന്നേക്കാൾ വലിയ കള്ളനോ എന്ന് വിജയമല്യ വിചാരിക്കുന്നുണ്ടാവും. കാരണം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് വിജയമല്യ നമ്മൾ വലിയ വില്ലനായിട്ട് ഇങ്ങനെ മുദ്രകുത്തി ഒരു ഭാഗത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ അയാൾ സതുദ്ദേശത്തോടെ കൊണ്ടുപോയി സംഭാവന ചെയ്ത സ്വർണവും ഇവിടെ അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ കടുവയെ പിടിച്ച കിടുവയായി ഇവിടെ നിൽക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആൻഡ് ടീം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ വിജയമല്യയെ ഗ്ലോറിഫൈ ചെയ്തതല്ല. ഇവിടെ ഈ നിലവിലെ ഭരണസമിതിയെക്കുറിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഈ അന്വേഷണം നടക്കുന്നത് ഒരു എതിരഭിപ്രായവും ഇല്ലായിരുന്നു. കാരണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. പക്ഷേ ഇവിടെ കാലാവധി നീട്ടാനായിട്ടുള്ള ഓർഡിനൻസിൽ ഈ ഗവർണർ ഇടപെടാനായിട്ടുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ മാറ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ കാലാവധി നീട്ടാനായിട്ടുള്ള ഫയൽ ദേവസ്വം വകുപ്പ് നീക്കി, അത് നിയമവകുപ്പിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇതിന്മേലൊരു പിടി വീണത് എന്നുള്ളതാണ് സോഴ്സസ് നൽകുന്ന ഇൻഫർമേഷൻ. ഇപ്പോൾ ഈ ഹരിപ്പാട് മുൻ MLA കാര്യം പറഞ്ഞല്ലോ, അത് ആലപ്പുഴയിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ്. അപ്പോൾ TK ദേവകുമാറിനായിട്ട് ചില ആളുകളൊക്കെ നീക്കം നടത്തുന്നുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പരിഹരിക്കും. കാരണം അങ്ങനെ പരിഹാരക്രിയകൾ ചെയ്ത് പരിശീലനം കിട്ടിയിട്ടുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹം വന്നാൽ നന്നാകും എന്നുള്ള ഒരു ചിന്ത പാർട്ടിക്കുള്ളിൽ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും CPIMന്റെ കാര്യമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരുന്നുണ്ട്, അവർ തീരുമാനിക്കട്ടെ. അപ്പോൾ ആ തീരുമാനം വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. നമുക്കിപ്പോൾ സമ്പത്ത് വന്നാലും TK ദേവകുമാർ വന്നാലും എന്താ, കാര്യങ്ങളൊക്കെ നന്നായി നടന്നാൽ മതിയല്ലോ. ഇവിടെ ഇനിയിപ്പോൾ അന്വേഷണ സംഘം പ്രതി ചേർത്തിരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ പോകുന്ന ആളുകളിലേക്ക് വരാം. പത്മകുമാറാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പത്മകുമാർ. ഇപ്പോൾ 2 ദിവസത്തെ സാവകാശം, വ്യക്തിപരമായ അസൗകര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹം പഠിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് നേരിടണമല്ലോ. അപ്പോൾ 2 ദിവസത്തെ സാവകാശമൊക്കെ തേടിയിട്ടുണ്ട്. സാവകാശം തേടിയാലും അദ്ദേഹം വന്ന് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞേ പറ്റൂ. അപ്പോൾ അവനവൻ പെടുവെന്ന് മനസ്സിലായി കഴിയുമ്പോഴേക്കും സാധാരണഗതിയിൽ ഒരു കള്ളൻ എന്താണ് ചെയ്യുക? അപ്പോൾ തൻ്റെ കൂടെ ഈ കള്ളത്തരത്തിന് കൂട്ടു നിന്നിട്ടുള്ള ആളുകളിലേക്ക് ഒരുപക്ഷെ വിരൽ ചൂണ്ടും. പിന്നെ അത്രയ്ക്ക് സത്യസന്ധനാണ്, കൂട്ടുകാരെ ഒന്നും ഒറ്റിക്കൊടുക്കാത്ത കള്ളനാണ്
കള്ളനാണെങ്കിൽ മാത്രമേ പറയാതിരിക്കുകയുള്ളൂ. പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ ഇതുവരെ പിടിയിലായ കള്ളന്മാരെല്ലാം കൃത്യമായി അടുത്ത ആളിലേക്ക്, അടുത്ത കണ്ണിയിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാരണം മൂന്നാം പ്രതി ആയിട്ട് വരുന്നത് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവാണ്. അതുപോലെ KP ശങ്കരദാസും എൻ വിജയകുമാറും. ഇതിൽ KP ശങ്കരദാസ് താരതമ്യേന എന്നല്ല, അദ്ദേഹത്തിന് ഒരു അഴിമതിക്കാരൻ എന്നുള്ളൊരു പ്രതിച്ഛായ ഇല്ലാത്ത മനുഷ്യനാണ്, ക്ലീൻ ഇമേജ് ഉള്ള ആളാണ്. അപ്പോൾ KP ശങ്കരദാസ് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ വാസുവിനും പത്മകുമാറിനും ഒക്കെ കുരുക്കാകുന്ന കാര്യങ്ങൾ തന്നെ ആ മൊഴികളിൽ ഉണ്ട്. അപ്പോൾ SIT ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകും. ഇനിയിപ്പോൾ നേരത്തെ സാറ് സൂചിപ്പിച്ചല്ലോ സുഭാഷ് കപൂറിനെ കുറിച്ച്. സുഭാഷ് കപൂറും ഈ സ്മാർട്ട് ക്രിയേഷൻസും അതെല്ലാം വേണമെങ്കിൽ കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ രീതിയിലാണ് ഇത് നിൽക്കുന്നത്. കാരണം തഞ്ചാവൂരിലെ നടരാജ വിഗ്രഹം മോഷ്ടിച്ച കള്ളനാണ് ഈ സുഭാഷ് കപൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ നടരാജ വിഗ്രഹം, അതുമാത്രമല്ല തമിഴ്നാട്ടിലെ പലയിടങ്ങളിൽ നടന്നിട്ടുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇയാൾ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ അന്താരാഷ്ട്ര ബന്ധം എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ പോരാ. ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കൾ, വിഗ്രഹങ്ങൾ, അതുപോലെ നമ്മുടെ ഇവിടെ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിലെ എത്ര പവൻ സ്വർണ്ണമാണെന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. ആ ദ്വാരപാലക ശില്പത്തിനാണ് മൂല്യം. ആ ദ്വാരപാലക ശില്പത്തിൻ്റെ മോഡലിനാണ്, അല്ലെങ്കിൽ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ആ പ്രതിമയ്ക്കാണ് മൂല്യം. അത് വിശ്വാസപരമായ മൂല്യമാണ്. അതാണ് ഈ രീതിയിൽ ഇപ്പോൾ സുഭാഷ് കപൂറുമായി കണക്ട് ചെയ്തുകൊണ്ട് ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിൻ്റെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും കണക്ഷൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടോ എന്നതിലേക്ക് അന്വേഷണം പോകുന്നത്. ഇവിടെ മാൻഹട്ടനിലെ ഈ ആർട്ട് ഓഫ് ദ പാസ്റ്റ് ആ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടാണ് സുഭാഷ് കപൂർ ഈ പുരാവസ്തു വ്യവസായത്തിൽ ഇൻ്റർനാഷണലി വരുന്നത്. അപ്പോൾ ഈ പ്രത്യേകിച്ചും തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ, ഇന്ത്യ മാത്രമല്ല തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ക്ഷേത്ര വിഗ്രഹങ്ങൾ, അതുപോലെ തന്നെ പുരാവസ്തുക്കളൊക്കെയാണ് ഈ മാൻഹാട്ടനിലെ മ്യൂസിയത്തിലുള്ളത്. അപ്പോൾ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് ഈ ഇതെല്ലാം വാങ്ങുന്നതിനായിട്ടുള്ള അങ്ങനെ ഈ ഡിമാൻഡ് കൂടിയ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ ഈ കൃത്യമായി പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ 2008, 2009. അപ്പോൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ പരികർമ്മിയായി പണി തുടങ്ങിയ കാലത്ത് ഈ കപൂർ മറുഭാഗത്ത് ആക്റ്റീവാണ്. അതായത് 2008, 2009 തഞ്ചാവൂര്, അരിയല്ലൂര്, ശിവഗംഗ ഈ സ്ഥലങ്ങളിൽ നിന്നാണ്. അതായത് തമിഴ്നാടാണ് ഇയാളുടെ ഒരു കേന്ദ്രമെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് പോയിരിക്കുന്നത് അപൂർവമായിട്ടുള്ള നടരാജ വിഗ്രഹങ്ങൾ. ആ അപൂർവമായ നടരാജ വിഗ്രഹങ്ങളുടെ ശ്രേണിയിലേക്കാണ് ശബരിമല ക്ഷേത്രത്തിലെ പല വസ്തുക്കളും വരുന്നത്. കാരണം നമുക്ക് വിപണി വില വെച്ചിട്ട് മൂല്യം കണ്ടെത്തുന്ന സാധനങ്ങളല്ല ഇതൊന്നും. ഇതിന് ആ മ്യൂസിയത്തിലുള്ള വാല്യൂവും അങ്ങനെയല്ല കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ അന്താരാഷ്ട്ര മ്യൂസിയങ്ങളിലേക്ക് മാത്രമല്ല വ്യക്തികൾക്കും ഇത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വിശ്വാസപരമായി ഇതൊക്കെ വാങ്ങിച്ചു വെക്കുന്ന ആളുകളുണ്ട്. അത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിലോ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ ഇത് വാങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ ഇതൊക്കെ കൊണ്ടുപോകുന്നതിനായിട്ടുള്ളൊരു വലിയ ശൃംഖല ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുവരെ പിടിക്കപ്പെട്ട ഈ ഉദ്യോഗസ്ഥരിലൊന്നും ഒതുങ്ങില്ല. അതൊക്കെ ഒരു സ്റ്റേറ്റ് അറിയാതെ ഒരിക്കലും നടക്കില്ല. അപ്പോൾ അതിലേക്കൊരു വലിയ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ CBI അന്വേഷണം, കയറ്റുമതി രേഖകളിലൊക്കെ സുഭാഷ് കപൂറിൻ്റെ പേരുകൾ പലയിടങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു പീരീഡിൽ ഉണ്ടോ എന്നുള്ളത് കൂടി. കാരണം 2022 ഇയാൾ അറസ്റ്റിലാവുന്നത്. അതിനു മുൻപ് 2019 ഈ സംഭവം നടന്നിരിക്കുന്നത്. അതായത് നമ്മുടെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അതുമായി 2011 ഫ്രാങ്ക്ഫർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. 2022 ഇപ്പോൾ ലേറ്റസ്റ്റ് അയാളുടെ കസ്റ്റഡി 2022 ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. എന്തായാലും ഈ പീരീഡിൽ ഇയാളുടെ ഒരു ടീമുമായിട്ട് ഇയാൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരാൾ ഒറ്റയ്ക്കല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഈ ടീമിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെക്സസ് ഇവിടെ ഉണ്ടായിരുന്നോ, കേരളത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് അറിയണം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ CBIയുടെ അന്വേഷണം വേണമെന്നുള്ള ആവശ്യവുമായിട്ട് പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് പോകുന്നുണ്ട്. ഒരു ഭീമ ഹർജിയായിട്ടാണ് ഇപ്പോൾ BJP മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് വരുമോ എന്നുള്ളത് കൂടി അറിയണം. കാരണം SITയുടെ ഫൈൻഡിങ് എന്താണോ അതിനനുസരിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ക്ലീൻ ചിറ്റ് കിട്ടണമെങ്കിൽ, കാരണം ഈ വലിയ ജനകീയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണെങ്കിലും അയ്യപ്പനെ കട്ടവരെന്നൊക്കെയുള്ള ഒരു പേര് വന്നു കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും. സർക്കാർ അതിന് എന്തായാലും നിന്ന് കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അയ്യപ്പനെ വരെ അടിച്ചുകൊണ്ട് പോയേനെ എന്നൊക്കെ പുറത്ത് ആളുകൾ പറഞ്ഞു തുടങ്ങുന്ന ഒരു കാലം വരരുത്. അതിനു മുൻപ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് കരുതുന്നു. എന്തായാലും കോടതി അന്വേഷണത്തിൽ നമുക്ക് തൽക്കാലം ആ ഒരു അന്വേഷണം പൂർത്തിയാകുന്നവരെ കാത്തിരിക്കാം. ലെറ്റ്സ് വെയിറ്റ് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. കാരണം ഈ സ്ഥാനമാറ്റം വരുന്നത് സർക്കാരിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ്. പിടിക്കപ്പെട്ടിട്ടുണ്ട്, അത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പോവുകയാണ്. പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ രീതിയിൽ അന്വേഷണം നടക്കുമോ അതോ കോടതി വീണ്ടും ഒന്നുകൂടി ഇടപെടേണ്ടി വരുമോ, സ്രാവിനെ പിടിക്കൂ എന്നൊന്നുകൂടി പറയേണ്ടി വരുമോ എന്നതാണ് ഞാൻ കാത്തിരിക്കുന്നത്. അയ്യപ്പനെ വെച്ച് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ച, രാഷ്ട്രീയ നാടകം കളിച്ച എല്ലാവരും ആ അർത്ഥത്തിൽ തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ സംഭവം. അത് ചരിത്രമാണെങ്കിലും വർത്തമാനകാലമാണെങ്കിലും അതാരാണെങ്കിലും ശരി. അടിച്ചോണ്ട് പോയ കുഴപ്പമില്ല. സുഭാഷ് കപൂർ ആരാണ്? അയ്യപ്പൻ എന്ന് പറയുന്ന വിശ്വാസത്തെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്ത ആരും കുണം പിടിച്ചിട്ടില്ല എന്ന് പറയുള്ളൂ, ഇൻവേർട്ടഡ് കോമയിൽ. അതാണ് സംഭവം. അത് കേരളത്തിലെ രാഷ്ട്രീയം പരിശോധിച്ചാൽ മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ. ഈ സുഭാഷ് കപൂറിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ തുടങ്ങാം. ഈ സുഭാഷ് കപൂറിനെ കുറിച്ച് നേരത്തെ സുജയ പറഞ്ഞതുപോലെ ഈ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്ന്, തഞ്ചാവൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന്, അരിയാലൂർ ഗ്രാമത്തിൽ നിന്ന് വരദരാജ പെരുമാളിൻ്റെ വിഗ്രഹങ്ങളടക്കം മോഷ്ടിച്ചു കൊണ്ടുപോയെന്നാണ്. അദ്ദേഹം തുടങ്ങുന്ന സമയത്ത് വളരെ മാന്യമായി പുരാവസ്തു കച്ചവടം നടത്തിയിരുന്ന ഒരാളാണ്. ആരെപ്പോലെ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുരാവസ്തു ആയിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ പോയി
ഒരു ക്ഷേത്രം തന്നെ തുടങ്ങി വിശ്വാസികളുടെ വിശ്വാസം ആർജിച്ച ആളാണ്. അതേപോലെയാണ് ഇപ്പോൾ ഈ സുഭാഷ് കപൂറിന് 75 വയസ്സുണ്ട്. തൃച്ചി ജയിലിലാണ് അദ്ദേഹം കഴിയുന്നത്. മാൻഹാട്ടനിൽ ഏറ്റവും മൂല്യമേറിയ വസ്തുക്കൾ ഇൻ്റർനാഷണൽ ഗാലറികളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് വിറ്റ് ജീവിച്ച മനുഷ്യനാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് തോന്നി ഈ കച്ചവടം ഇങ്ങനെ നടത്തിയാൽ പോരാ, ക്ഷേത്രങ്ങളിലെ വിഗ്രഹം അടിച്ചുകൊണ്ട് പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ആർട്ടിസ്റ്റിക്കായ ആൻറ്റിക് വാല്യൂ ഉള്ള ആത്മീയ മൂല്യമുള്ള വിഗ്രഹങ്ങളുടെ പകർപ്പുകൾ എടുക്കുക മാത്രമല്ല ഇത്. 19 വിഗ്രഹങ്ങളാണ് ഒരു ക്ഷേത്രത്തിൻ്റെ 3 ക്ഷേത്രങ്ങളിൽ നിന്നായിട്ട് അടിച്ചുകൊണ്ട് പോയത്. തഞ്ചാവൂരാണെങ്കിലും അരിയാലൂരിലാണെങ്കിലും അതേപോലെ ശ്രീപുരന്തരനിലാണെങ്കിലും ഈ ശ്രീപുരന്തരൻ നടരാജ വിഗ്രഹമൊക്കെ അടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് കോടികൾ വിലമതിക്കുന്ന സംഭവമാണ്. ഇതൊക്കെ ഇൻ്റർനാഷണലിലേക്കാണ് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. വിദേശ കമ്പോളങ്ങളിലേക്ക് കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കി. ഒടുവിൽ ഇയാളെ കണ്ടെത്തുന്ന അമേരിക്കയിലാണ്. പക്ഷേ ഇയാളെ പിടികൂടുന്നത് ജർമ്മനി ഫ്രാങ്ക്ഫർട്ടിൽ വെച്ചാണ്. അവിടെ നിന്ന് പിടികൂടി 2012 മറ്റോ ആണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ട്രിച്ചിയിൽ, വെല്ലൂരിലായിരുന്നു. പിന്നീട് ട്രിച്ചിയിലേക്ക് കൊണ്ടുപോയി ആദ്യം 10 വർഷം തടവിന് ശിക്ഷിച്ചു. ഇപ്പോൾ 3 കേസുകളിൽ കൂടി ട്രയൽ നടക്കുകയാണ്. ഇപ്പോഴും ജയിലിലാണ്. വയസ്സ് 74 ആ സുഭാഷ് കപൂറിൻ്റെ ചില സ്വഭാവം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റും. അതിലൊന്ന് ഈ വിശ്വാസമാർജിക്കലാണ്. ഈ സുഭാഷ് കപൂറിനെ കുറിച്ച് അത് അന്വേഷിച്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്ന 2 വാചകങ്ങൾ. ഒന്ന്, ഹീ ഈസ് വെരി അഗ്രസീവ് ആൻഡ് ഹീ ഈസ് വെരി ബിലീവബിൾ എന്നാണ്. വിശ്വസിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്ന, എന്നാൽ ബിസിനസ്സിനെ കുറിച്ച് വളരെ അഗ്രസീവായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു ഇയാൾ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ റോധ ജുവലറിയുടെ ഉടമയായ ഗോവർദ്ധനുമെല്ലാം വളരെ അഗ്രസീവായ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സാധനങ്ങൾ ഏകദേശം സുഭാഷ് കപൂർ കടത്തിയിരിക്കുന്ന സാധനങ്ങൾ പോലെ ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ളതാണ്, സ്പിരിച്വാലിറ്റി വാല്യൂ ഉള്ളതാണ്. ഇന്ന് കോടതിയുടെ ഉത്തരവിൽ തന്നെ പറയുന്നത് കലാ, ആത്മീയ, സാംസ്കാരിക മൂല്യമുള്ള സാധനങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത്. 1, ശബരിമലയിലെ വാതിൽപ്പാളി ഇപ്പോൾ നമ്മൾ സംശയിക്കുന്നത്. 2, അതിൻ്റെ ദ്വാരപാലക ശില്പങ്ങൾ. 3, അതിൻ്റെ കട്ടളപ്പാളി. 4, അതിൻ്റെ സൈഡുകളിലുള്ള പില്ലറുകളിൽ തൂക്കിയിരുന്ന പാളികൾ. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട സാധനങ്ങൾ. അതിൽ ഡോറിൻ്റെ കാര്യത്തിൽ ഇനിയൊരു കൺഫർമേഷൻ വരാറുണ്ട്. ബാക്കിയുള്ള 3 ഇതിനകം തന്നെ ഉറപ്പാക്കിയതാണ്. ഈ 3 സാധനങ്ങളുടെ പകർപ്പുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ട്. ഡോറിൻ്റെ പകർപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ട്. ഈ പകർപ്പുകൾ ഉപയോഗിച്ച് യഥാർത്ഥമെന്ന് തോന്നാവുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി പല പ്രമുഖരായ വ്യവസായികളുടെയും വീടുകളിലേക്ക് കടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. ഇത് സംശയിക്കേണ്ട ഒരു കാരണമുണ്ടെന്നേ. 2019 ഈ സ്വർണ്ണപ്പാളിയിൽ ഏറ്റവും നിർണായകമായ വിവരം പുറത്തുവിട്ടത് നമ്മൾ റിപ്പോർട്ടർ TV-യാണ്. എന്താണ്? ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സ്വർണ്ണപ്പാളി പൂജിച്ചു. ജയറാം തന്നെ വന്ന് നമ്മളോട് പറഞ്ഞു, ഇത് ആദ്യം ജയറാമിൻ്റെ വീട്ടിൽ വരുന്നതിന് മുൻപ് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ യാർഡിൽ കൊണ്ടുപോയിട്ടാണ്, അവിടെയുള്ള ഒരു ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ടാണ് പൂജിച്ചത്. അന്ന് ആ സമയത്ത് അവിടുത്തെ ഒരു പ്രമുഖ വ്യവസായി അടക്കമുണ്ടായിരുന്നു. അതായത് ചെന്നൈ നഗരത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകളാണ് ആ സ്വകാര്യ പൂജയിൽ പങ്കെടുത്തത്. ദേവസ്വം മാനുവലിന് വിരുദ്ധമായ, നിയമവിരുദ്ധമായ, ചട്ടവിരുദ്ധമായ സ്വകാര്യ പൂജയിൽ പങ്കെടുത്തത് അവിടുത്തെ വ്യവസായികളായിരുന്നു. വ്യവസായികളെ വിളിച്ചുകൊണ്ട് ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ വാണിജ്യ താല്പര്യം എന്താണെന്ന് ഞാൻ പറയണോ? അപ്പോൾ ഇത് സുഭാഷ് കപൂർ ചെയ്തതുപോലെയുമല്ല, അതിനേക്കാൾ ഒരുപടി കൂടി കടന്ന് വിശ്വാസത്തെ കൂടി വിറ്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ഉണ്ടാക്കിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി അറിയേണ്ടത് ഇതിനകത്ത് ദേവസ്വം ബോർഡിൻ്റെ പങ്കിനെ കുറിച്ചാണ്. ആ ദേവസ്വം ബോർഡിൻ്റെ പങ്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കണം. ദേവസ്വം ബോർഡിന് ഇത് ഒന്നും അറിയില്ല എന്ന് എ പത്മകുമാർ പറഞ്ഞതുപോലെ മാറി നിൽക്കാൻ കഴിയില്ല. കോടതി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ദേവൻ്റെ മൈനറായ ദേവൻ്റെ ലീഗൽ ഗാർഡിയനാണ് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അങ്ങനെ ആ അർത്ഥത്തിൽ ദേവനോടും അവിടുത്തെ ഭക്തരോട്, ഇതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഗുണഭോക്താക്കളായ ഭക്തരോട് ഉത്തരവാദിത്വമുണ്ട്, സ്റ്റേറ്റിനോട് ഉത്തരവാദിത്വമുണ്ട്. ഈ 3 ഉത്തരവാദിത്വങ്ങളുണ്ട് ദേവസ്വം ബോർഡിന്. അപ്പോൾ ദേവനോട് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ദേവൻ്റെ വസ്തുവകകളോടും ഉത്തരവാദിത്വമുണ്ട്. സാങ്കേതികമായി, നിയമപരമായി അത് സൂക്ഷിക്കുന്നത് തിരുവാഭരണം കമ്മീഷണറാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നമുക്ക് പിടിക്കാൻ കഴിയില്ല. കാര്യം അതിൻ്റെ ഉത്തരവാദിത്വം തിരുവാഭരണം കമ്മീഷണർക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഈ 3 ഉത്തരവാദിത്വങ്ങളിൽ ഒരു ഉത്തരവാദിത്വം ഈ ദേവസ്വം ബോർഡ് നിറവേറ്റിയില്ല. അതേതാണ്? അതാണ് കോടതി ആവർത്തിച്ച് പറയുന്നത്, ദേവസ്വം മാനുവലിൻ്റെ ലംഘനം. ആ ദേവസ്വം മാനുവലിൻ്റെ ലംഘനത്തിൽ നിന്ന് 2019 ദേവസ്വം ബോർഡിനും 2025 ഇപ്പോഴുള്ള PS പ്രശാന്തിൻ്റെ ദേവസ്വം ബോർഡിനും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊരു വീഴ്ചയ്ക്കും അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഒരു ക്രിമിനലായ ഒരു ആക്ടിവിറ്റിയായി മാറുന്നത് എന്നതാണ് സംശയം. ഏറ്റവും പ്രസക്തമായ ചോദ്യം ഉയരുന്നത് ഈ വാതിൽ വ്യാജമാണോ? അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കോടതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം. അവിടെ ഇരിക്കുന്നതൊക്കെ ഒറിജിനലാണോ? അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ ഒറിജിനലാണ്, ബാക്കിയുള്ളതൊക്കെ ഒറിജിനലാണോ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒറിജിനൽ അല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ചർച്ചയ്ക്ക് എടുക്കുന്നത്. പക്ഷേ അവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാതിൽ 2.5 കിലോ 2519 ഗ്രാമാണ് വിജയമല്യ ഈ വാതിലിൽ പൂശിയിരുന്നത്. ഇപ്പോൾ ആ വാതിലിൽ എത്ര സ്വർണ്ണം ഉണ്ടെന്നറിയാമോ? 329 ഗ്രാമോ 24 ഗ്രാം മാത്രമാണ്. 324 ഗ്രാം.
പക്ഷേ അതിൻ്റെ അർത്ഥം ഈ മൊത്തം അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതല്ല. ഈ 2500 ഗ്രാമിൽ എത്ര ഇവിടെ ബാക്കിയുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് കോടതിയുടെ മുന്നിലില്ല. അത് കണ്ടെത്തണം എന്നുള്ളതാണ് SITയോട് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല അവിടെ ഈ അഷ്ടദ്രവ്യാഭിഷേകത്തിൻ്റെ കൗണ്ടറിൻ്റെ അടുത്ത് ഇത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ 2019 മുമ്പ് ശബരിമലയിൽ പോയവർ കണ്ട ആ ശബരിമലയിലെ നട തുറക്കുന്നതിന് മുൻപുള്ള ആ വാതിലുണ്ടല്ലോ, ആ വാതിൽ ഒരിടത്ത് താങ്ങി വെച്ച നിലയിലാണ് കണ്ടെത്തിയതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഉത്തരവാദിത്വരഹിതമായിട്ടാണ് അതവിടെ കാര്യങ്ങൾ നടന്നിരുന്നത് എന്നതിന്റെ നേർചിത്രമാണ്. അതിൽ ഇനി അത് യുവതി പ്രവേശന വിധിക്ക് ശേഷം അപ്പോൾ മൊത്തത്തിൽ ശബരിമല ഡ്യൂപ്ലിക്കേഷൻ അതാണൊരു സംശയമുള്ളത്. ഈ അതിനുശേഷം ആ തിരക്കിലും പ്രളയത്തിലും കോവിഡിന്റെ കാലത്തും ഒക്കെ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ളതിന്റെ ആഴത്തിലുള്ള ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയില്ല എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹൈക്കോടതി. മിനിറ്റ്സിൽ പലതും ഒന്നും തന്നെ കാണുന്നില്ലെന്നാണ്. ഇതാണോ മിനിറ്റ്സ് എന്ന് കോടതി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കോടതി പറയുന്നുണ്ട് ആ വീഴ്ചകൾ ക്രമരഹിതമാണ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇൻകംപ്ലീറ്റ് ആണ്, അപൂർണമാണ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ദ ഫെയിലിയർ ടു മെയിൻറ്റെയിൻ ദ മിനിറ്റ്സ് ഇൻ എ റെഗുലർ ആൻഡ് കണ്ടംപറേനിയസ് മാനർ കൺസ്റ്റിറ്റ്യൂട്ട്സ് ഗ്രേവ് ലാപ്സ് എന്നാണ്. അതിനെ സമകാലിക സ്വഭാവത്തിൽ, അതായത് സമയബന്ധിതമായിട്ടും കൃത്യമായിട്ടും ഇത് രേഖപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 2/9/2025 അതായത് ഇപ്പോൾ നമ്മൾ ഈ 3 പേരുടെ കാര്യം പ്രധാനമായിട്ടും പറയണം. ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എ പത്മകുമാറിനും എൻ വാസുവിനുമാണെന്ന് പറയേണ്ടി വരും. എൻ വാസുവിന് സംഭവിച്ചിരിക്കുന്നതിനകത്തൊരു ക്രിമിനൽ നെഗ്ലിജൻസ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. കാരണം കട്ടോണ്ട് പോയ സ്വർണം 494 ഗ്രാം സ്വർണം എൻ്റെ കയ്യിലുണ്ട് എന്ന് ഒരു ഇമെയിൽ അന്ന് ദേവസ്വം പ്രസിഡന്റായ ഈ സ്വർണം കട്ടോണ്ട് പോകുന്ന സമയത്ത് കമ്മീഷണറായ എൻ വാസുവിന് കിട്ടുമ്പോൾ എൻ വാസു അതിനെക്കുറിച്ച് ആ കത്തങ്ങ് ഫോർവേഡ് ചെയ്യാണ് അതിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കട്ടോണ്ട് പോയ സ്വർണ്ണമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അതൊരു മനഃപൂർവ്വമായ ലാപ്സ് ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് എൻ വാസു മറുപടി പറയേണ്ടത്. എ പത്മകുമാർ ആണെങ്കിൽ ഇതിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്താഞ്ഞത്, മാനുവൽ ലംഘനം, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇതെല്ലാം കൊടുത്തുവിടുന്നതിന് നിമിത്തമായിട്ടുള്ള ഉത്തരവുകൾ, ഇതിലെല്ലാം എ പത്മകുമാർ മറുപടി പറയേണ്ടി വരും. പക്ഷേ പ്രശാന്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോടതി 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരുന്നില്ല, സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരുന്നില്ല. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പ്രശാന്തിനെ സേവ് ചെയ്യുന്നൊരു ഭാഗം കൂടിയുണ്ട്. അതും ഇന്നത്തെ കോടതി വിധിയിൽ നമുക്ക് വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. 2021 21ാമത്തെ പേജിൽ കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തയക്കണമെന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ല, പകരം കമ്മീഷണർ കൊടുത്തിരിക്കുന്ന കത്തിൻ്റെ പുറത്ത് ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനമാണ് എന്നാണ്. അപ്പോൾ കമ്മീഷണറാണ് യഥാർത്ഥത്തിൽ ഇത് തുടങ്ങുന്നത്. തിരുവാഭരണം കമ്മീഷണറിൻ്റെ ക്രാക്ക് ഉണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ഇത് പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ദ ലെറ്റർ റെഫേർഡ് ടു എ സീരിയസ് ഡാമേജ് ഐഡന്റിഫൈ ദേവസ്വം സ്മിത്ത്. പോറ്റിയുടെ അണ്ടർടേക്കിംഗ് ഒക്കെ എടുക്കുന്നത് കമ്മീഷണറാണ്. എന്നിട്ട് പറയുന്നത്, ഈ കമ്മീഷണർ പറയുന്നു ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാം എന്നുള്ളത്. അതിൻ്റെ പുറത്താണ് ദേവസ്വം തീരുമാനമെടുക്കുന്നത്. പക്ഷേ അവിടെ പോസിറ്റീവായ ഒരു കാര്യം പ്രശാന്ത് ചെയ്തു, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാനുവൽ ലംഘിച്ചു എന്നത് സാങ്കേതികമായി നിലനിൽക്കുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ പത്മകുമാർ കൊടുത്തു വിട്ടതുപോലെ കൊടുത്തു വിട്ടില്ല. പകരം ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൊടുത്തുവിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടില്ലെന്ന് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥേയത്വം സ്വീകരിക്കാൻ സമ്മതിച്ചിട്ടുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി പകരം ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൃത്യമായിട്ടും ചട്ടപ്രകാരം കയ്യിൽ കൊടുത്തുവിട്ടു, ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നുള്ളതാണ്. അവിടെ PS പ്രശാന്ത് അതേ ഉള്ളൂ. മാത്രമല്ല ഇപ്പോൾ തിരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സ്വർണ്ണപ്പാളിയിൽ 2 ഗ്രാം കൂടുതലുമുണ്ട്. കണക്കുകൾ പ്രകാരം നമ്മളത് നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് സാങ്കേതികമായി PS പ്രശാന്ത് ഈ കേസിൽ കുടുങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, എൻ വാസുവിൻ്റെ കാര്യത്തിൽ ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കും. പത്മകുമാറിൻ്റെ കാര്യത്തിൽ പത്മകുമാർ ഇതിൽ ഏതെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ ഇതിന് അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കുറ്റകരമായ അനാസ്ഥയാണ്. അവിടെ മുരാരി ബാബുവിൻ്റെയും ഈ സുധീഷ് കുമാറിൻ്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒക്കെ മാഫിയ സംഘത്തിൻ്റെ നിസ്സഹായരായി നിന്ന ദേവസ്വം ബോർഡിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാറ്റമുണ്ടാകുമെന്ന സർക്കാരിൻ്റെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ ദേവസ്വം ബോർഡ് വരണം, കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ നടക്കട്ടെ. അത് ഈ കേസിൽ മാത്രമല്ല, പ്രയാറിൻ്റെ കാലത്ത് സ്വർണ്ണമടിച്ചു പാത്രത്തിൻ്റെ പേരിൽ 1.5 കോടിയിലധികം രൂപ മോഷ്ടിച്ച കേസ് നമ്മുടെ മുന്നിലുണ്ട്. ഈ കേസൊക്കെ അന്വേഷിക്കപ്പെടുകയും ഉത്തരവാദിത്വത്തോടുകൂടി ആ കേസിന് പിന്നാലെ പോവുകയും ചെയ്യണം. ഉത്തരവാദിത്വമുള്ള ദേവസ്വം ബോർഡ് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ തലകൾ ഉരുളുമോ എന്ന ചോദ്യത്തിന് 5 പേരുടെയും ഉത്തരം യെസ് എന്നാണ്. Meet the editors.